അസ്സലാമു അലൈക്കും. ഞാനിന്ന് കുറച്ച് നേരത്തെയാണ് വീഡിയോ ചെയ്യുന്നത്. എപ്പോഴും 11:30, 12 മണി, 1 മണിയൊക്കെ ആകുമ്പോഴാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്ന് കുറച്ച് നേരത്തെ ആകാമെന്ന് വെച്ച്. അപ്പം അമ്മ ചപ്പാത്തി കഴിച്ച് കിടന്ന് ഉറക്കമായി. കല്യാണി ഭക്ഷണം കഴിക്കുന്നു. ഞാനൊരു 8:30, 8:45 ആയപ്പോൾ ഭക്ഷണം കഴിച്ച്. അപ്പം ഭയങ്കര ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇനി എപ്പോഴാണോ ഒരു മഴ വന്ന് നമ്മുടെ ഇവിടെ മൊത്തം വെള്ളം നിറയുന്നതെന്ന് പറയാൻ പറ്റൂല. ഓരോ സ്ഥലത്തൊക്കെ ഭയങ്കര വലിയ വെള്ളക്കെട്ടും നാശനഷ്ടമൊക്കെ സംഭവിച്ചെന്ന് വീഡിയോയിലൂടെയും പിന്നെ നമ്മുടെ ന്യൂസ് പേപ്പറിലൂടെയൊക്കെ നമ്മൾ വായിച്ച് ന്യൂസ് ടി വിയിലുമൊക്കെ കൂടെ കാണുകയും പറയുകയൊക്കെ ചെയ്ത്. അപ്പോൾ എനിക്ക് ചുമ കുറഞ്ഞിരുന്ന വെച്ചതാണ്. ഇന്നലെയൊക്കെ ദാഹിച്ചിട്ട് തീരെ വയ്യാഞ്ഞ്. അപ്പം ഞാൻ കുറച്ച് തണുത്ത തൈര് സംഭാരം ആക്കി കുടിച്ച്. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ചുമ, ഇങ്ങനെ തൊണ്ടേൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു കിരികിരിപ്പ് പോലെ വരും. അങ്ങനെ വന്നിട്ട് ചുമ കുത്തുന്നു. അപ്പം സിറപ്പിരിപ്പുണ്ട്, ആയുർവേദ സിറപ്പിരിപ്പുണ്ട്, അത് അല്പം കഴിക്കണം. അപ്പം ഞാനിന്ന് പറയാമെന്ന കാര്യമെന്ന് വെച്ചാൽ വിലക്കയറ്റത്തെക്കുറിച്ചാണ്. വിലക്കയറ്റം ഇന്നും ഇന്നലെ ഉണ്ടായതല്ല, കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങോട്ട് വിലക്കയറ്റങ്ങൾ തന്നെയാണ്. നമ്മുടെ ദൈനംദിന ഉപയോഗിക്കുന്ന അടുക്കളയിലുള്ള നമുക്ക് അരി, ഉപ്പ്, മുളക്, പഞ്ചാര, തേയില, വെളിച്ചെണ്ണ, അങ്ങനെ പച്ചക്കറി മുതൽ എല്ലാ കാര്യങ്ങൾക്കും വില ഇങ്ങനെ കുത്തനെ കൂടിക്കൊണ്ടിരിക്കണേന്ന്. ഇപ്പം എൻ്റെ ഓർമ്മയിലൊക്കെ 2.5 രൂപക്ക് മേടിച്ച 1 കിലോ അരിയാണിപ്പോൾ. നല്ല അരി വേണമെന്നുണ്ടെങ്കിൽ 60 രൂപ വരെയൊക്കെ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിപ്പോൾ ഒരുപാട് കാലങ്ങളായി എനിക്ക് റേഷൻ കാർഡ് കിട്ടിയതിന് ശേഷം ഞാൻ പുറം വിലക്ക്, അതായത് നമ്മുടെ കടയിൽ നിന്ന് അരി വാങ്ങി ചോറ് വച്ചിട്ടില്ല. അപ്പം വെച്ചിട്ടില്ലെന്ന് പറയാൻ പറ്റിയല്ല. ഇന്ന് 1 കിലോ അരി, കുറുവാരി മേടിച്ച് ചോറ് വെച്ച് ഞങ്ങൾ ഉച്ചക്ക് കഴിച്ചായിരുന്നു. 1 കിലോ അരി മേടിച്ചായിരുന്നു. അതിൽ കുറച്ചിട്ട് ഞങ്ങൾ ഉച്ചക്ക് ഞാനും കല്യാണിയും കൂടി ഇവിടെ ചോറ് വെച്ച് ചെമ്മീൻ പിന്നെ തക്കാളിയും മാങ്ങായും കൂടി മുളക് ചാറ് വെച്ച് ചോറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ 1 കിലോ അരി കുറേ കാലങ്ങൾക്ക് ശേഷം കടയിൽ നിന്നുള്ള അരി വാങ്ങി ചോറ് വെച്ച് കഴിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് റേഷൻ കാർഡ് കിട്ടിയതിന് ശേഷം ഞാൻ കടയിൽ നിന്ന് അരി വാങ്ങാറില്ല. പിന്നെ എനിക്ക് ഫിത്ർ സക്കാത്തിൻ്റെ അരി കിട്ടാറുണ്ട്. 10, 30, 35, 40 കിലോ അരിയോളം പലരായിട്ട് നമുക്ക് ഫിത്ർ സക്കാത്തിൻ്റെ അരി കിട്ടും. അപ്പം അത് ഞാൻ എൻ്റെ ആവശ്യത്തിന് ഞാൻ ഉച്ച കയറും. അപ്പം എൻ്റെ ആവശ്യത്തിന് ഞാൻ എടുത്തതിന് ശേഷം അപ്പുറത്ത് ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. ചോറ് വെക്കാനായിട്ട് ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പം എല്ലാം കൂടി എനിക്ക് റേഷൻ കടയിൽ അരിയും കിട്ടും. പിന്നെ ഈ അരിയൊക്കെ കൂടി ഇരിക്കുമ്പോൾ പിന്നെ ഞാൻ അവിടെ അടുത്ത് തന്നെ ചെമ്മീൻ കിള്ളാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓണത്തിന് അവിടെ നിന്ന് 10 കിലോ 15 കിലോ ഒക്കെ അരി കിട്ടും. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഉച്ച കയറും. അപ്പോൾ ആരെങ്കിലും വെച്ച് കഴിച്ചും ദൈവമേന്ന പടച്ചോനെന്നൊക്കെ വിളിക്കുമ്പോൾ അതിൻ്റെ ഒരു കൂലിയും നന്മയൊക്കെ നമുക്കും കൂടി അള്ളാഹ് തരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസമല്ല, അതങ്ങനെ തന്നെയാണ്. അപ്പം ഇന്ന് ഞാൻ 1 കിലോ കുറുവാരി മേടിച്ച് 54 രൂപ കൊടുത്ത് 1 കിലോ കുറുവാരി മേടിച്ചായിരുന്നു. അപ്പോഴാണ് അവിടെ പിന്നെ പലചരക്ക് സാധനങ്ങളുടെ ലിസ്റ്റ് ഇരിക്കുന്നത് ഞാൻ കണ്ടത്. ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അരി 55 രൂപ അങ്ങനെ ഓരോ കാര്യങ്ങൾക്കുള്ള വില ഇല്ലേ, അത് ഞാൻ കണ്ടത്. അപ്പോൾ എൻ്റെ പിള്ളേരെ ഞാനതിമേ നോക്കി കണ്ണും ഇമ വെട്ടാതെ നോക്കി നിന്ന് പോയിച്ചാൽ ഇതിനു മാത്രം വില നമ്മുടെ ഈ പിന്നെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഇത്രയധികം പിന്നെ വിലക്കയറ്റം അല്ല വില വന്നാന്നൊക്കെ ഓർത്തപ്പോൾ ഞാൻ അതിശയപ്പെട്ടു പോയി. എന്താ വെച്ചാൽ ഒരുപാട് കാലങ്ങളായി പിന്നെ ഇപ്പം സാധനങ്ങളൊക്കെ ഞാൻ കടയിൽ പോയി വെച്ച് കഴിച്ചിട്ട്.
അപ്പം ഇവിടെ നിന്ന് വാങ്ങാറുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾക്ക് പഞ്ചസാര, തേയില, വെളിച്ചെണ്ണയൊക്കെ ഇവിടെ നിന്ന് വാങ്ങാറുണ്ട്. അപ്പം അത് എന്ത് ആകണമെന്നറിയില്ല. അപ്പം ഇപ്പം നമ്മൾ ജോലി എടുക്കണത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അക്കൗണ്ടിലുണ്ടാകും. ഇപ്പോൾ ഗൂഗിൾ പേ ചെയ്താൽ സ്കാനർ വഴിയൊക്കെ നമ്മൾ കൊടുത്തേച്ചും പോരും. പക്ഷേ ഇത്രയധികം വില കയറി അല്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടായി എന്നുള്ള അറിയുന്നത് ഞാൻ ഇന്നാണ് അറിയുന്നത്. വെച്ചാൽ ഓരോ ദിവസവും ഇങ്ങനെ ദിനം പ്രതി ഒരു കാര്യങ്ങൾക്കല്ല. ഇപ്പം പിന്നെ നമ്മുടെ പാചകവാതകത്തിന്, അതായത് പിന്നെ ഗ്യാസിന് വില കൂടിയത് കൊണ്ടും അതുപോലെ തന്നെ കുറച്ച് നാളിൽ യുദ്ധത്തിൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ കൊണ്ട് സിലിണ്ടറൊക്കെ കിട്ടാതെ, ഗ്യാസൊക്കെ കിട്ടാതെ വന്ന സമയത്തൊക്കെ ഓരോരുത്തരും പിന്നെ ഇപ്പം വിറകിലേക്ക് പഴയ ഒരു കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് വെച്ചാൽ, പണ്ടാൾക്കാർ വിറക് ഉപയോഗിച്ചും ചിരട്ട ഉപയോഗിച്ചും അതുപോലെ തന്നെ തേങ്ങയുടെ മടലൊക്കെ ഉപയോഗിച്ചാണ് ചോറും കറിയൊക്കെ വെച്ചിട്ടുണ്ടിരുന്നത് വെച്ചത്. അപ്പം അതുപോലെ ഒരു സമ്പ്രദായത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജനങ്ങൾ. പക്ഷേ ഇപ്പം ആ ഒരു പിന്നെ വിറകിന് വരെ ഭയങ്കര വിലയാണ്. ഇപ്പം ഒരുപാട് വിറകൊക്കെ അവിടെ ഇവിടെയൊക്കെ പിന്നെ ചെതൽ കയറിപ്പോണ ആ വിറകൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം നല്ല കാശാക്കാൻ പറ്റണ ഒരു സമയമാണ്. പിന്നെ അപ്പം അതിന് വരെയൊക്കെ ഇപ്പം നമ്മൾ കളഞ്ഞ് ഇട്ടയച്ചതാണ് വിറകും ചിരട്ട ഇതൊക്കെ നമ്മൾ ഇപ്പം ഗ്യാസ് വന്നതിന് ശേഷം അടുപ്പിൽ തീ കത്തിക്കലും ഒക്കെ കുറവാണ്. അപ്പം അത് നമ്മൾ ഉപയോഗിക്കാതെ ഇപ്പം ഞാനിവിടെ വന്നതിന് ശേഷം ഇവിടെ മടലും ചിരട്ടയൊക്കെ ഇവിടുത്തെ കാര്യസ്ഥൻ എന്ന് പറയുന്ന ആ സതീശൻ ആണ് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ വേറൊരു സ്ത്രീ തമിഴത്തി വരും, അവർക്കൊക്കെയാണ് സാറ് ചിരട്ടയും ഒക്കെ കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആ വിറകിന് വരെ ഇപ്പം നല്ല കാശ് ആയിട്ടുണ്ട്. അപ്പം ഓരോ ദിവസവും നമ്മളൊന്ന് ഇരട്ടി വെളുപ്പിക്കാനായിട്ട് ഈ ഭക്ഷണത്തിനാണെങ്കിലും ഏതിനും നമുക്കിപ്പോൾ നല്ല പൈസയുടെ അത്യാവശ്യവും ആവശ്യവുമാണ് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വന്നിരിക്കുന്നത്. അപ്പം അതുപോലെ നമ്മൾ ജോലിയെടുത്തിട്ട് കൂലി കിട്ടുന്നില്ല. ഇപ്പം ഈ ഞാൻ വന്ന് നിൽക്കുന്ന ഈ തൊഴിലിന് ജോലി ഉണ്ടാകട്ടെ ഇല്ലാകട്ടെ അതല്ല പറയുന്നത്. നമ്മൾ വൃദ്ധന്മാരെ നോക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു കാര്യങ്ങൾക്കൊക്കെ 10-25,000 രൂപ വീതമൊക്കെ ശമ്പളമുള്ളതാണ്. പക്ഷേ അത് നമുക്ക് വേതനം കിട്ടുന്നില്ല. അതുപോലെ തന്നെ വീട്ടുജോലിക്ക് 28,000-30,000 രൂപ വരെ ശമ്പളമുണ്ട്. അത് ഓരോ വീട്ടുകാർക്കും പിന്നെ വീട്ടിൽ ജോലി ചെയ്യണവർക്കും കിട്ടുന്നില്ല. ഇപ്പോൾ ഇവിടെ കല്യാണിക്ക് കിട്ടുന്നത് 23,000 രൂപയാണ്. അത് അവർ ഏജൻറ്റ് വഴി വരാത്തത് കൊണ്ട് ആ 3,000 രൂപയും കൂടി അവരുടെ കയ്യിൽ കിട്ടണമെന്ന്. ഇല്ലെങ്കിൽ ഏജൻറ്റ് വഴിയാണ് വന്നതെങ്കിൽ അവർക്ക് 20,000 രൂപയെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവരെ നേരിട്ട് ഇവരുടെ ബന്ധുക്കൾ വിളിച്ചതായത് കൊണ്ട് തന്നെ അത്രയും കാശ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ വേലയെടുത്താലും നമുക്ക് കൂലിയില്ല. കൂലിയുള്ളത് നമുക്ക് ഇതുപോലെ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഉപയോഗ സാധനങ്ങൾ വാങ്ങിച്ച് വരുമ്പോൾ തന്നെ എത്ര പിന്നെ സർക്കാർ ജോലിയാണെങ്കിലും അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞാലും നല്ലൊരു ശതമാനം രൂപ നമുക്ക് ഓരോ ദിവസവും ജീവിക്കാനായിട്ട് വേണം. ഒരു പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു മീനിന് കൂടി വന്നാൽ എൻ്റെയൊക്കെ ഓർമ്മയിൽ 1 രൂപക്ക് 50 പൈസയ്ക്കൊക്കെ ഞങ്ങൾ മത്തി വാങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് 500 രൂപ മീനിന് കൊടുത്താലും നല്ലൊരു മീൻ കിട്ടാറില്ല. അതൊരു കറിയായി വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു 850 രൂപ അടുത്തൊരു നല്ല കറി വെക്കണമെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ചാളയും അതിലൊക്കെ മേടിച്ചല്ല. നമുക്കിപ്പോൾ ഒരു വിരുന്നുകാർ വീട്ടിൽ വന്ന്, എനിക്കല്ല, ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് താമസിക്കണത് കൊണ്ട് അല്ല ഒറ്റയ്ക്ക് ജീവിക്കണത് കൊണ്ട് എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. പക്ഷേ കൂട്ടുകുടുംബമായിട്ടും വീട്ടുകാരും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ വിയർത്ത് കുളിക്കുകയാണ് മൊത്തം. എന്നാലും വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റിയാലെന്നില്ല എന്ന് ഓർത്തിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് വേണ്ടി വന്നതാണ്. അപ്പം അങ്ങനെ കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് കാശുണ്ടെങ്കിലേ നമുക്ക് ഇപ്പം മുന്നിലേക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. കണ്ണടച്ച് ഇന്നിപ്പം നേരം വെളുത്ത് നമ്മൾ ചിലപ്പോൾ
ഒരു 50 രൂപയ്ക്ക് അല്ലെങ്കിൽ 35 രൂപയ്ക്ക് മേടിച്ച 1 കിലോ പഞ്ചസാര നാളെ നേരം വിളിക്കുമ്പോൾ അത് 40 ആവും, അല്ലെ പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ അത് 45 ആവും. അങ്ങനെ ഓരോ ദിവസവും ചെല്ലുന്തോറും ഓരോ കാര്യങ്ങൾക്കും വില കൂടുന്നതല്ലാണ്ട് കുറയണില്ല. അപ്പം ഇതൊക്കെ ഒന്ന് ഞാൻ മറ്റന്നാൾ ഇലക്ഷൻ, ഞാൻ ആരെയും ഇലക്ഷൻ്റെ പാർട്ടീനെയൊന്നും പിന്നെ തേജോവധം ചെയ്യുന്ന രീതി പറയണതല്ല കേട്ടോ. ഇപ്പോൾ മറ്റന്നാൾ പിന്നെ ഇലക്ഷൻ വോട്ടെണ്ണിയാണ്, ഇലക്ഷനല്ല വോട്ടെണ്ണിയാണ്. ഇപ്പം ആര് ജയിച്ചാലും നമ്മൾ വിശ്വസിക്കണ ഒരു പാർട്ടി ജയിക്കണമെന്നുണ്ടാകും. ഇപ്പം ഞാനിത്തവണ വോട്ടും ചെയ്തിട്ടില്ല, എന്നാലും ഞാൻ പറയുകയാണ്, നമ്മൾ വിശ്വസിക്കണ ഒരു പാർട്ടി ജയിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അത് BJP ആകാം, പിന്നെ കോൺഗ്രസ് ആകാം, അല്ലെ കമ്മ്യൂണിസം ആകാം, അല്ലെ പിന്നെ സ്വതന്ത്രനാകാം, ആരും ആകാം, അല്ലെ മുസ്ലിം ലീഗ് ആകാം, ഹിന്ദു ആകാം, ആരും ആകാം. അപ്പം ആര് ജയിച്ചാലും ആര് തോറ്റാലും, തോറ്റാലല്ല, ആര് ജയിച്ചാലും കുറച്ച് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ അതുകൊണ്ട് നന്മകളുണ്ടാകും, അല്ലെ നേട്ടങ്ങളുണ്ടാകും. അല്ലെങ്കിൽ കൈയിട്ട് വാരി കട്ടുതിന്നണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ വീട്ടുകാർക്കും അവരുടെ അനുയായികൾക്കും അണികൾക്കൊക്കെ അതുകൊണ്ട് വിജയമുള്ളു. നമ്മളെപ്പോലെയുള്ള ആൾക്കാർ പൊട്ടന്മാരാണ് ചെന്ന് വോട്ട് ചെയ്യുക, നമ്മളവരെ ജയിപ്പിച്ചുമ്പോഴും നമ്മളെ കണ്ട ഭാവം പോലും ജയിച്ചു കഴിഞ്ഞാൽ കാണുകയില്ല, അറിയേമില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കും. ഒരു പഞ്ചായത്ത് നിങ്ങൾക്കൊക്കെ പാഠമായിരിക്കും, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും അല്ല എന്താണെങ്കിലും എന്തിലെ ഇലക്ഷൻ ആണെങ്കിലും നമ്മളൊരു പിന്നെ സ്ഥാനമാനമൊക്കെ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കണ്ടിട്ടുണ്ടാകുകയില്ല. ഒരു പഞ്ചായത്ത് ഇലക്ഷനാണെങ്കിൽ ഒരു മെമ്പറിനെ തിരഞ്ഞെടുത്ത് നമ്മളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു കടലാസ് വാങ്ങാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവരെയും നമ്മൾ ഇലക്ഷനായി ആയിക്കഴിഞ്ഞാൽ അതുവരെയും നമ്മുടെ വേലിയുടെ അകത്തോട്ട് കയറി ഇറങ്ങി നടന്ന് വോട്ട് ചെയ്യണം കേട്ടോ എന്ന് പറയുന്ന ആൾക്കാരാണ്. ഞാൻ അത് ചെയ്യാം, ഞാൻ ഇത് ചെയ്യാം എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ. വോട്ട് ചെയ്തവർ ജയിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ചിരി പോലും അവരുടെ മുഖത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണ്ട. പിന്നെ ഉള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്. അപ്പം വിലക്കയറ്റം കൊണ്ട് നമുക്ക് ഇനി മുന്നിലേക്കുള്ള ജീവിതം ഏത് രീതിയിലൊക്കെ ആകുമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ പിള്ളേരെ വെളിച്ചെണ്ണ മേടിച്ച് കുളിക്കാനാ, ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാനാ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. അതിനും മാത്രം വില കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കണേ. അപ്പം ഈ വിലക്കയറ്റം ഇതെവിടെ ചെന്ന് അവസാനിക്കും, അല്ലെങ്കിൽ എന്തൊക്കെ ആകുമെന്നൊന്നും അറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. എനിക്കതങ്ങനെ ഇരുന്നപ്പോൾ ഒരു ആലോചനയിൽ മനസ്സിലിരുന്നിപ്പോൾ കടയിൽ ചെന്നപ്പോൾ ആ ഒരു ലിസ്റ്റും പ്രകാരം കണ്ടപ്പോൾ എനിക്കതുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്കൊന്ന് വരാനായിട്ട് തോന്നിയൊരു കാര്യവും കൊണ്ട് അധികം വിപുലീകരിച്ചൊന്നും പറയാൻ എനിക്കറിയത്തില്ല. പിന്നെ തന്നെയല്ല, ഇപ്പം ഇവിടെ ഈ ലൈറ്റ് തെളിഞ്ഞു നിൽക്കണ സാറിൻ്റെ മുറിയുടെ നേരെയാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ചോദിക്കും 10 മണി കഴിഞ്ഞ് ലൈറ്റ് കിടത്തണമെന്നുള്ളതാണ്. അപ്പോൾ വാതിക്കലൊക്കെ ഞാൻ ലൈറ്റ് കിടത്തി. അപ്പോൾ അപ്പുറത്ത് അമ്മയുടെ മുറി ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. അടുക്കളയിൽ കല്യാണം ചോറുണ്ണിയാണ്, അടുക്കളയിലാണ് എൻ്റെ സ്ഥിരം വീഡിയോ ചെയ്ത്. ഇപ്പോൾ അമ്മയുടെ ഊണുമുറിയിൽ ഡൈനിങ് ടേബിൾ കിടക്കണേൻ്റെ അടുത്ത് വന്നിരുന്നാണ് ഞാൻ വീഡിയോ ചെയ്യണത്. ഇപ്പോൾ സാറ് ചോദിക്കും, നാളെ രാവിലെ നിങ്ങളെന്താണ് അവിടെ പരിപാടി, ലൈറ്റ് കണ്ടല്ല എന്ന് ചോദിക്കും. അപ്പോൾ ആ ഒരു പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ വിപുലീകരിച്ച് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് നാളെ കാണാം, നാളെ വീഡിയോയായിട്ട് വരുമ്പോൾ കാണാം. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റിയില്ല, എന്നെ നിങ്ങൾക്ക് കാണാം. പിന്നെ സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്ത് തരണം. സബ് ചെയ്തവർ ഇപ്പോൾ കുറേ പേര് പിന്നെയും പിൻവലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ 764 പേരുണ്ടായിരുന്നാണ്. ഇന്ന് നേരം വെളുത്തപ്പോൾ അത് 59 വരെ ആയിട്ടുണ്ട്. അപ്പം അതെന്താണെങ്കിലും ചെയ്യണവർ, നല്ല ധൈര്യമുള്ളവർ മാത്രം ചെയ്യുക. എന്താ വെച്ചാൽ പിൻവലിക്കാൻ നിൽക്കണ്ടല്ല. അതുകൊണ്ടാണ് വെച്ചാൽ ഒരു സ്ത്രീ ഒറ്റക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ഇതിൽ നിന്ന് നേട്ടങ്ങളൊക്കെ കിട്ടി ബാങ്കിൽ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ട് അതിൽ നിന്ന് പലിശ മേടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആളല്ല ഞാൻ. എനിക്കൊന്ന് ജീവിച്ച് മുന്നിലേക്ക് പോകാനാണ്. എവിടെയെങ്കിലും ഒന്ന് ഒരു തലചായ്ക്കാൻ ഒരിടം, എന്തെങ്കിലും എൻ്റെ സമ്പാദ്യം തൊട്ട്
എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയാണെങ്കിലും ഇങ്ങനെ ഒരു ജോലിയിലാണെങ്കിലും ഒക്കെ ഏർപ്പെട്ട് മുന്നിലേക്ക് പോകുന്നത്. എന്നെ പൈസ കൊണ്ടൊന്നും ആരും സഹായിച്ചില്ലെങ്കിലും ഈ രീതിയിലൊക്കെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ വളരെ ആശ്വാസവും സമാധാനവുമായിരുന്നു. ഒരു സബ്, ഒരു ഷെയർ, ഒരു ലൈക്ക്, ഒരു കമൻ്റൊക്കെ നിങ്ങൾക്ക് ഒന്നും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പോണ കാര്യമല്ല, അല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് പോണ കാര്യമല്ല, നിങ്ങളുടെ മനസാക്ഷിയിലുള്ളൊരു അംഗീകാരമായിട്ട് നിങ്ങൾ കണ്ട് എനിക്ക് സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്ത് തരണേ. എല്ലാവരോടും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.